നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോകമഹാന്മാരിൽ പ്രസിദ്ധനായ എബ്രഹാം ലിങ്കൺ ആണ്. സ്വഭാവമഹിമയും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പദവി വരെ എത്തിയ ഐതിഹാസികമായ ചരിത്രമാണ് എബ്രഹാം ലിങ്കണിൻ്റേത്. ആഭ്യന്തര യുദ്ധത്തിലകപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകൾ ശിഥിലമാകാതെ ഒന്നിച്ചു നിർത്തിയതും അടിമത്തം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതും അമേരിക്കയുടെ ചരിത്രത്തിലെ രണ്ട് സുപ്രധാന സംഭവങ്ങളാണ്. ഈ നേട്ടങ്ങൾക്കപ്പുറം ലിങ്കണിൻ്റെ വ്യക്തിമാഹാത്മ്യം അദ്ദേഹം ദയാലുവും മനുഷ്യസ്നേഹിയുമാണ് എന്നതാണ്. അടിമത്തം അവസാനിക്കുന്നതോടെ കൃഷിഭൂമിയിൽ തൊഴിലാളികൾക്ക് വേതനം നൽകേണ്ടി വരുമെന്ന് കണ്ട തെക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂപ്രഭുക്കന്മാരും അടിമത്തത്തിനെതിരായിരുന്ന വടക്കൻ സംസ്ഥാനങ്ങളിലെ വ്യവസായികളും കൂടി അമേരിക്കയെ ആഭ്യന്തര യുദ്ധത്തിൽ എത്തിച്ച ഒരു ആപൽ ഘട്ടത്തിലാണ് എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റത്. 1862 സെപ്റ്റംബർ 22 അടിമത്തം നിരോധിച്ചുകൊണ്ടുള്ള വിളംബരം എബ്രഹാം ലിങ്കൺ പ്രഖ്യാപിച്ചത്. 1865 എബ്രഹാം ലിങ്കണിൻ്റെ നേതൃത്വത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളുടെ സംയുക്ത സൈന്യം തെക്കൻ സംസ്ഥാനങ്ങളുടെ മേൽ സമ്പൂർണ്ണ വിജയം നേടി. 1809 ഫെബ്രുവരി 12 എബ്രഹാം ലിങ്കൺ ജനിച്ചത്. സ്കൂളിൽ ചേർന്ന് പഠിക്കുവാനുള്ള പണമില്ലാതിരുന്നതിനാൽ ഒരു കടയിൽ ക്ലാർക്കായി ജോലി ചെയ്തുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ പഠനം തുടർന്നത്. അസാധാരണമായ വായനാശീലവും സത്യസന്ധതയും ആദർശബോധവും എബ്രഹാം ലിങ്കണിൻ്റെ സ്വഭാവ സവിശേഷതയായിരുന്നു. 1842 മേരി ടോഡി എന്ന യുവതിയെ എബ്രഹാം ലിങ്കൺ വിവാഹം കഴിച്ചു. നിയമബിരുദം നേടിയ എബ്രഹാം ലിങ്കൺ ഒരു വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. ഇല്ലിനോയി സംസ്ഥാനത്തെ നിയമസഭയിലേക്കും പിന്നീട് അമേരിക്കൻ കോൺഗ്രസിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനിയായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച എബ്രഹാം ലിങ്കൺ 1861 മാർച്ച് 4 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ജനങ്ങളാൽ ജനങ്ങളുടെ ജനങ്ങൾക്കു വേണ്ടിയുള്ള ഗവൺമെൻറ് എന്ന ജനാധിപത്യത്തിൻ്റെ സുപ്രസിദ്ധമായ നിർവചനം എബ്രഹാം ലിങ്കണിൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലുള്ളതാണ്. 1865 ഏപ്രിൽ 14 ജോൺ വിൽക്സ് ബൂത്ത് എന്ന ഘാതകൻ്റെ വെടിയേറ്റ് എബ്രഹാം ലിങ്കൺ മരണമടഞ്ഞത്. ഇത് അമേരിക്കയിലെ എക്കാലത്തെയും നിശ്ചയദാർഢ്യമുള്ള കഠിനാധ്വാനിയായ സ്വഭാവമഹിമയുള്ള താഴ്ന്ന നിലയിൽ നിന്ന് ഉന്നതിയിലെത്തിച്ചേർന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കണിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.